കോഴിക്കോടേക്ക് വരികയായിരുന്നു കേട്ടോ. രാത്രി 10 മണിക്ക് ശേഷം. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ബസ്സിൽ. അപ്പോൾ ഭയങ്കര തിരക്ക് വെച്ചാൽ ഭയങ്കര തിരക്ക്. ആ തിരക്കിനിടയിൽ മനുഷ്യന്മാർക്ക് എന്ത് പറ്റിയാൽ പോലും ശ്വാസം വിടാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു എന്ത് പറ്റിയാലും അറിയാത്തൊരു തിരക്ക്. അപ്പോൾ ഒരു സംഭവം നടന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് കാട്ടി തന്നേട്ടാ. ഇതുണ്ടോ ആ ഫ്രണ്ട് ബാക്ക് ക്യാമറ എങ്ങനെയാ? ഇത് കണ്ടോ, ഏട്ടൻ്റെ പാൻറ്റ് പോക്കറ്റ് അടിച്ചു. പാൻറ്റ് പോക്കറ്റ് അടിച്ചെന്ന് പാൻറ്റ് കീറി, പോക്കറ്റ് അടിക്കാൻ വേണ്ടി കീറി. അത് നല്ലോണം നിർത്തി കാട്ടി കൊടുത്തേട്ടാ. പാൻറ്റ് മറ്റോളം പിടിച്ചാ പുതിയ പാൻറ്റായിരുന്നു കേട്ടോ. കണ്ടോ, അന്ന് നോക്ക് തൊള നല്ല പാൻറ്റായിരുന്നു. വേറെ മേടിക്കുക. പക്ഷേ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു അനുഭവം കേട്ടിട്ടേ ഉള്ളൂ. ഭയങ്കര തിരക്ക്. പക്ഷേ ആൾ പേഴ്സ് ഫ്രണ്ടിലായിരുന്നു ഇട്ടത്, ഫ്രണ്ട് പോക്കറ്റിലായിരുന്നു ഇട്ട്. അത് ബസ്സിൽ നിന്ന് പൈസ തിരക്ക് കാരണം ഞാൻ സീറ്റിലിരിക്കുകയായിരുന്നു കുട്ടീനെ വെച്ച്. അപ്പോൾ ഏട്ടന് നിൽക്കുമായിരുന്നു, എൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. പക്ഷേ പൈസ എടുത്ത് കൊടുക്കാനുള്ള തിരക്കുകൊണ്ട് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അന്നേരം ആൾ പേഴ്സ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കണ്ടക്ടർക്ക് കൊടുത്തു. അപ്പോൾ അതിൽ പൈസ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ മടക്കി വെച്ച ആ ഒരു ഇതിൽ കണ്ടക്ടർ തന്നെ ആ പൈസ എടുത്തു. അങ്ങനെ ബാക്കി പൈസ ഇങ്ങനെ ആൾ കൂട്ടി ഇങ്ങനെ പൈസയും പേഴ്സും കൂടെ കൂട്ടിപ്പിടിച്ച് കുറച്ച് സമയം നിന്നു. പിന്നെയാണ് അത് പോക്കറ്റിലിടുന്നത് എന്നതിന് ശേഷമാണ് തോന്നുന്നു. പക്ഷെ അതെപ്പോൾ എങ്ങനെയെന്നുള്ളൊരു അത്ഭുതമല്ലേട്ടാ. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പം പാൻറ്റ് ഇടാനെടുത്തപ്പോഴാണ് നോക്കിയപ്പോഴാണ് കണ്ടത്. അതും കുളത്തിൽ കീറിപ്പോകാൻ ഞങ്ങൾ ഫ്രണ്ടിലാണ്. അപ്പം കുളത്തിൽ കയറാൻ യാതൊരു ചാൻസില്ല. പക്ഷെ ബ്ലേഡ് വെച്ച് ഇപ്പോഴൊരു പേടി ഒക്കെ സിനിമയിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ആരായിരിക്കില്ല ഏട്ടാ ഈ ഇടയ്ക്ക് കൂടെ. അതും മുന്നിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഞാനൊന്നും കണ്ടില്ല, ഏത് സിനിമയിലുണ്ടെങ്കിൽ. അപ്പോൾ അത് ഭയങ്കര, അത് ഞങ്ങൾക്കുണ്ടായ ഒരു അത്ഭുതം. എനിക്ക് അത്ഭുതമാണ്. കാരണം ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ. അതൊന്ന് ഇതാക്കിയ. പക്ഷെ അത് പിടിക്കപ്പെട്ടുപോയിരുന്നെങ്കിലോ അല്ലേ, പേഴ്സ് പോയിരുന്നെങ്കിൽ നല്ല കോലം ഉണ്ടാവുമായിരുന്നു. ഒക്കെ പെട്ടേനെ. ഞങ്ങളിവിടെ കോഴിക്കോടല്ല വളാഞ്ചേരി അല്ലാണ്ട് നടുക്കിൽ പെട്ടേനെ.